welcome back to our channel. ഇന്ന് നമ്മുടെ another episode of What's Cooking ആണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് again സബ്സ്ക്രൈബർ റിക്വസ്റ്റ് പ്രകാരമുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഫിഷ് കറി വീഡിയോ ചെയ്തല്ലോ. ഫിഷ് കറി വീഡിയോ ചെയ്തപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ആ സൈഡിൽ വെച്ചിരിക്കുന്ന റെഡ് സാധനം എന്ന്. അതായത് നമ്മുടെ ബീട്രൂട്ട് പച്ചടിയില്ലേ, അതിൻ്റെ അവസാനം നമ്മൾ വിളമ്പിയിട്ടുണ്ടായിരുന്നു സെർവ് ചെയ്തപ്പോൾ. അപ്പോൾ എല്ലാവർക്കും ബീട്രൂട്ട് പച്ചടിയുടെ റെസിപ്പിയാണ് വേണ്ടത്. ഇത് ബേസിക്കലി തമിഴായിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സാണ്, തമിഴ് പീപ്പിളാണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. നമ്മൾ കേരളൈറ്റ്സിനെ എല്ലാവർക്കും അറിയായിരിക്കും തോന്നുന്നു. നമ്മുടെ സദ്യക്കൊക്കെ വിളമ്പില്ലേ ബീട്രൂട്ട് പച്ചടി, ആ പച്ചടിയാണ്. വളരെ സൂപ്പർ ഈസി റെസിപ്പിയാണ്, നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നല്ല കളറായതുകൊണ്ട് നമുക്ക് ആർട്ടിഫിഷ്യൽ കളർ ചേർക്കേണ്ട. ബീട്രൂട്ട് വളരെ നല്ലതാണ് ഹെൽത്തിന്, കേട് നല്ലതാണ്. അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ബീട്രൂട്ട് പച്ചടി റെസിപ്പി നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് the things we need. ഇതിനായിട്ട് നമുക്ക് കറിവേപ്പില ആവശ്യമുണ്ട്. കറിവേപ്പില ഒരു 4-5 മതിയാവും. അതേപോലെ തന്നെ നമുക്ക് പച്ചമുളക് വേണം, ഗ്രീൻ ചില്ലി വേണം. ഗ്രീൻ ചില്ലി ഒരു വലിയ ഗ്രീൻ ചില്ലി പീസാക്കിയതാണ് കേട്ടോ. ഇതെല്ലാം നമ്മൾ അരയ്ക്കുന്നുണ്ട്, സോ എങ്ങനെ കട്ട് ചെയ്താലും കുഴപ്പമില്ല. അതേപോലെ നമുക്ക് താളിക്കാനായിട്ട്, അതായത് നമ്മൾ സീസണിങ് ചെയ്യില്ലേ, കടുക് വറുക്കുക എന്ന് ഞങ്ങളുടെ അവിടെ പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കടുക് ഇപ്പം ഞാൻ കാണിച്ചിട്ടില്ല, ബട്ട് കടുക് വേണം കേട്ടോ നമുക്ക്. കടുകുണ്ട്, അതേപോലെ റെഡ് ചില്ലി വേണം ഒരു 3, അതേപോലെ കറിവേപ്പില ആവശ്യം. പിന്നെ നമുക്ക് ബീട്രൂട്ട് ആവശ്യമുണ്ട്. ഓഫ് കോഴ്സ് ബീട്രൂട്ട് പച്ചടി വയ്ക്കാൻ ബീട്രൂട്ട് ആവശ്യമുണ്ട്. ഒരു ബീട്രൂട്ടാണ് നമുക്ക് ആവശ്യം. അയ്യോ, ഇത് സോൾട്ട് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്, ആദ്യം എടുക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ബീട്രൂട്ട് ആവശ്യമായിട്ടുണ്ട്. പിന്നെ നമുക്ക് തേങ്ങ ആവശ്യമുണ്ട്. തേങ്ങ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു മുറി തേങ്ങയുടെ, അതായത് ഒരു ഹാഫ് കോക്കനട്ടിൻ്റെ ഗ്രേറ്റഡ് കോക്കനട്ട്, ഹാഫ് ഗ്രേറ്റഡ് കോക്കനട്ടാണിത്. അത്രയും നമുക്ക് ആവശ്യമുണ്ടാവും. മിക്കവാറും എല്ലാ കേരള ക്യൂസീനും ഇത് ആവശ്യമായിട്ട് വരുമല്ലോ. ഇപ്പം ഞാൻ കാണിച്ച എല്ലാ റെസിപ്പിക്കും ഇപ്പം ഞാൻ കോക്കനട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അതേപോലെ നമുക്ക് ക്യൂമിൻ ആവശ്യമുണ്ട്, ജീരകം, ഇതൊക്കെ അരയ്ക്കാനുണ്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിന് കുറച്ച് സോൾട്ട് ആവശ്യമുണ്ട്. ഇത്രയാണ് നമുക്ക് മൊത്തത്തിൽ ആവശ്യമുള്ള സാധനം. പിന്നെ ഞാൻ പറഞ്ഞു, നമുക്ക് കേട് ആവശ്യമുണ്ട്. പച്ചടി വയ്ക്കാൻ കേട് വേണം കേട്ടോ. അപ്പോൾ തൈര്, ഇത് നല്ല കട്ടി തൈരാണ് കേട്ടോ, ഞാനൊന്നും വേറൊന്നും ചെയ്തിട്ടില്ല. തൈര് ആവശ്യമുണ്ട്. അപ്പോൾ ആദ്യമേ നമ്മൾ ബീട്രൂട്ട് വേവിച്ചെടുക്കണം. ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ച് എടുക്കുക. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വേവിച്ചിട്ട് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തെടുത്താണ് കേട്ടോ ബീട്രൂട്ട്. അപ്പം സ്റ്റെപ്പ് 2 നമ്മൾ അരപ്പുണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ 3 ഇൻഗ്രീഡിയൻസ് ചേർത്ത് അരച്ചെടുക്കാം. യെസ്, റെഡി. ഇത് നമ്മൾ ഇത്തിരി വെള്ളം, വളരെ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന അരപ്പാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ നമ്മുടെ ബീട്രൂട്ട് വേവിച്ചില്ലേ, അതും ഇതേപോലെ നമ്മൾ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്, അരച്ചിട്ട്. അതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, അതിലുള്ള വെള്ളത്തിൽ തന്നെ അത് നന്നായിട്ട് പേസ്റ്റ് ആയിക്കോളും. ഇനി നമുക്ക് ഈ അരപ്പൊന്ന് വേവിച്ചെടുക്കണം. ഒന്ന് സ്റ്റൗവിൽ വെച്ചിട്ട് സിമ്മിലിടുക. ഒരുപാട് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, കരിഞ്ഞു പോകും. പ്രത്യേകിച്ച് അതിന് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നമ്മൾ അരപ്പൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അപ്പോൾ അരപ്പിൻ്റെ പച്ച മണം ഒന്ന് മാറുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ടും കൂടി അതിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി. ഇത് വെന്തതാണ്, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക.
ഇത് വളരെ കുറച്ച് സമയം ചെയ്താൽ മതിയാവും, ഒരു 2-3 മിനിറ്റ് മതിയാവും ഇതിന്. ഒരുപാടൊന്നും ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ബിക്കോസ് ഇത് ഓൾറെഡി വെന്തതാണ് അല്ലേ. ഒരു പ്രാവശ്യം നമ്മൾ ജസ്റ്റ് പച്ച മണം മാറാൻ വേണ്ടി മാത്രം ഒരു 3 മിനിറ്റ് മാക്സിമം മതിയാവും. അപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം കുറച്ച് നേരം ഒന്ന് തണുപ്പിച്ചിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ഇനി ആ കേർഡ് മിക്സ് ചെയ്യണം. അപ്പോൾ അതാണ് അടുത്ത നമ്മുടെ സ്റ്റെപ്പ്. കേർഡ് നമുക്ക് മിക്സ് ചെയ്യാം. ഇത് 1 കപ്പ് കേർഡ്, ഒരു 1.5 കപ്പ് കേർഡാണുള്ളത്. അത് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നമുക്ക് ആഡ് ചെയ്യാൻ കിട്ടും. അതിനൊന്നും അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം തന്നെ നല്ലൊരു ടേസ്റ്റ് വരും ആക്ച്വലി. പക്ഷെ നമ്മളിതിൻ്റെ അവസാനത്തെ പോർഷൻ ആ ഒരു ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സീസണിങ് ചെയ്യണം. അതായത് നമ്മൾ കടുവറക്ക. അമ്മ ഇവിടെ കുറച്ചുകൂടി തൈര് ആഡ് ചെയ്യുന്നുണ്ട്. അമ്മയ്ക്ക് തൈരിൻ്റെ പുളിപ്പ് അത്ര ശരിയായില്ല, അപ്പം അമ്മ വീണ്ടും തൈര് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇപ്പം എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഇപ്പം ടേസ്റ്റ് കറക്റ്റായിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് അപ്പോഴത്തെ ആ ഒരു ഇതിന് ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ച് നമ്മൾ സ്റ്റെപ്പായിട്ട് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം ഇനി നമുക്ക് സീസണിങ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ കടുകുണ്ട്, അതേപോലെ റെഡ് ചില്ലീസ് ഉണ്ട്, നമ്മുടെ വറ്റൽമുളകില്ലേ അതാണ്, പിന്നെ വന്നിട്ട് നമ്മുടെ കറിവേപ്പില ഉണ്ട്. അപ്പം ഇത് വെച്ച് നമുക്ക് സീസണിങ് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് എണ്ണ എടുക്കുന്നുണ്ട്. 1-2 ടീസ്പൂൺ എണ്ണ മതിയാകും. നമ്മുടെ കടുക് പൊട്ടാനായിട്ട് ജസ്റ്റ് ഒന്ന് വറക്കാനായിട്ടുള്ള എണ്ണയാണ്. എണ്ണ ചൂടായിട്ട് ആ കടുക് നമ്മൾ ഇട്ടെടുക്കുക. പൊട്ടുന്ന കാണാൻ എന്ത് രസമാണെന്നുണ്ട്. ടപ്പി സൗണ്ട് കേൾക്കുന്നുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമ്മളെ വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുക. ഇത് സിമ്മിൽ വെച്ചിട്ട് ചെയ്യണം കേട്ടോ. പെട്ടെന്ന് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇതായി പോകും, എന്താ കരിഞ്ഞു പോകും. അതുപോലെ നമ്മുടെ കറിവേപ്പില പിച്ചിടുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സീസൺ ചെയ്യാം. ഇനി നമുക്ക് ഈ സംഭവം നമ്മുടെ പച്ചടിയുടെ പുറത്തേക്ക് മാറ്റാം. ഇപ്പം നമ്മുടെ ഐറ്റം ഏകദേശം റെഡി ആയി കഴിഞ്ഞു. റെഡി ടു ഈറ്റ് ആണ്. ഇനി നമുക്കിത് മിക്സ് ചെയ്ത് നന്നായിട്ട് സെർവ് ചെയ്യാം. യെസ്, റെഡി. എന്താ മിസ്സിങ്? ഓക്കെ, ഇപ്പം മേക്കപ്പ് ചെയ്തപ്പോൾ കറക്റ്റായി. ഗാർണിഷ് ചെയ്യാതെ എന്ത് കുക്കിംഗ് വീഡിയോ അല്ലേ. ഇപ്പം സുന്ദരിയായിട്ടുണ്ട്. ആൻഡ് റെഡി ടു ഈറ്റ്. അപ്പം ഈ സുന്ദരമായ ഡിഷ് നമ്മുടെ കണ്ണിന് കുളിർമ തരുന്ന ഒരു ഡിഷാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പം നിങ്ങൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല രസമാണ്. അപ്പം ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഞങ്ങളോട് പറയാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാം. കമൻറ്റ് ബോക്സിൽ എന്തായാലും പറയാം കേട്ടോ.